ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോകാറില്ല. കാരണം നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫൈൻ അടക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അദ്ദേഹത്തോട് ചോദിക്കണം, എത്ര പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ വന്നിട്ടുണ്ട്? അദ്ദേഹമാണ് എല്ലാ ക്രൂരകൃത്യങ്ങളും ചെയ്തത്. ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചത് CI റഹീമാണ്. MSFന്റെ ജില്ലാ പ്രസിഡന്റിനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് CI റഹീമാണ്. അദ്ദേഹത്തോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ പലപ്പോഴും പല പരിപാടികൾക്കും വേണ്ടി കാസർകോട്ടെ പൊതുപരിപാടികളിൽ, ക്ലബുകളുടെ പരിപാടികളിലൊക്കെ നിങ്ങൾ നിറഞ്ഞ സാന്നിധ്യമാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളും വന്ന് കൈയടിച്ചിട്ടുണ്ട്, ഞങ്ങളും നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കാണാം. നിങ്ങൾ കാസർകോട്ടെ പൊതുപരിപാടിയിൽ വരുന്നത് ഞങ്ങളൊന്ന് കാണാം. ഞങ്ങൾ ഇതുവരെ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല, ഈ രീതിയിൽ പ്രസംഗിച്ചിട്ടില്ല. ഇത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കേണ്ടത് വന്നത്. കാസർഗോഡ് ടൗണിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ MSFന്റെയോ പ്രവർത്തകന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ അന്വേഷിക്കാൻ ആദ്യം എത്തുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ. ഞങ്ങളെ തന്നെ ലോക്കപ്പിലാക്കിയാൽ എന്താണ് ഇവിടെ സ്ഥിതി? ഇവിടെ പോലീസിനെ ഇളകിയിരിക്കുകയാണ്. ഒരു കൂട്ടം പോലീസുകാർ ഇവിടെയുണ്ട്. അതോടൊപ്പം ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ SFIയുടെ നേതാവ് വന്നതിന് ശേഷമാണ് അടി തുടങ്ങിയത് എന്ന് വിദ്യാർത്ഥികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വന്ന നേതാവിനെയും അറിയാം, സംസാരിച്ച പോലീസുകാരനെയും അറിയാം. ഇതെല്ലാം എല്ലാ സമയത്തും നിങ്ങൾക്ക് ഈ സംവിധാനത്തിൽ ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ പലതും പറയാറില്ല. ഉത്തരവാദിത്വം